എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാവേരി ശിവരാമൻ്റെ ഭാര്യയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സോപ്പിട്ടിട്ടാട്ടോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അതിന് തന്നെ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പൈസ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു ഉത്സാഹമായി. അന്നേരം കാവേരി ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇവിടെ കുറിഞ്ഞുമലയിൽ കുറച്ച് സ്ഥലം മേടിച്ചിരുന്നു, അതിനെപ്പറ്റി ശിവരാമേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിട്ട് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയും. അപ്പോൾ ആ സ്ഥലത്തിന് അടുത്തായിട്ട് ജയപാലനങ്ങളിൽ കുറച്ച് സ്ഥലം മേടിച്ചു, അതിനെപ്പറ്റി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം ഇത്തിരി വിഷമത്തോടെ കാവേരി തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴാണ് അവർ പറയുന്നത്, അതെ, അവിടെ തന്നെ കുറച്ച് കൂടുതൽ സ്ഥലമുള്ള ഒരു സാറിനെ പറ്റി എനിക്കറിയാം. അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ പല പ്രാവശ്യം ഞാനും ശിവരാമേട്ടനോട് പോയിട്ടുണ്ടെന്ന് പറയും. അന്നേരം കാവേരി ചോദിക്കും, അതിന് പല പ്രാവശ്യം വീടിൻ്റെ ഫ്രണ്ട് വരെ മാത്രം പോയതെന്ന് ചോദിക്കുമ്പം അതല്ല, എല്ലാ മാസവും കുറച്ച് പൈസ അവിടുത്തെ ഒരാൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് ശിവരാജൻ എന്നായിരുന്നു. അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ജയപാലൻ കൊടുത്തതാണ് എന്നാണ് ശിവരാമേട്ടൻ എന്നോട് പറഞ്ഞത് എന്നും പറയുവേ. അത്രയായി കഴിയുമ്പം കുറച്ച് സംശയമൊക്കെ തോന്നുന്നുണ്ട് കാവേരിക്ക്. കാവേരി ഈ കാര്യങ്ങളെല്ലാം ഗംഗയോട് പറഞ്ഞു കഴിയുമ്പം ഗംഗ പറയുന്നുണ്ട്, ഗംഗ അതിനിടയ്ക്ക് ഒരു 100 സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം ഗംഗ പറയുന്നുണ്ട്, മോളെ, നീ ഇതിൻ്റെ പുറകെ അന്വേഷിച്ചു പോകണം. എന്തെങ്കിലും തുമ്പോ തുരുമ്പോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊളിച്ചെടുക്കണം. അയാളെ വെറുതെ വിടരുത്. നമ്മുടെ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അത് എന്ന് പറയുമ്പം കാവേരി പറയുന്നുണ്ട്, ചേച്ചി, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിട്ടുകൊടുക്കും എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അയാളെ നക്ഷത്രം എണ്ണിച്ചിരിക്കും ഞാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഓരോ മാസവും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ജയപാലിൻ്റെ കയ്യിലേക്ക് ഭൂമിക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന കാര്യമൊക്കെ അരവിന്ദൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇതിനെ ഇടയ്ക്ക് നിന്ന് കളിച്ചത് ജയപാലനാണ് എന്ന്. പിന്നീട് സംസാരിച്ചതിന് ശേഷം ഗംഗ വിനീതിനുള്ള ചായയായിട്ട് ചെല്ലും. എന്നിട്ട് ചായ കൊടുത്തിട്ട് ഈ കാര്യം, ഈ ഭൂമിയുടെ കാര്യങ്ങളും അതുപോലെ ജയപാലൻ ചതിച്ചതാണോ എന്നറിയില്ല, അത് നമുക്ക് കണ്ടെത്തണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം വിനീത് അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. എന്നിട്ട് അത് അമ്മയായിരിക്കുമോ പോലും എന്നിങ്ങനെ തന്നെത്താനിങ്ങനെ പറയും. അന്നേരം ഞാൻ പറഞ്ഞൊന്നും വിനീതേട്ടൻ കേട്ടില്ലേ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ വിനീത് പറയുക, ഇന്നലെ അമ്മയുടെ നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. വല്ലോ പിച്ചും പേയും പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഉറക്കത്തിൽ വിളിച്ചതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അമ്മ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാണ്. ഇനി അബദ്ധത്തിൽ കോൾ വന്നത് കണ്ട് ഞാൻ തിരിച്ച് വിളിച്ചാലോ എന്ന് ഓർത്ത് അമ്മ സ്വിച്ച് ഓഫ് ചെയ്തതാണോ എന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം ഗംഗ പറയുന്നുണ്ട്, ഇപ്പോഴും വിനീതേട്ടൻ അവിടുന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന്. അന്നേരം ഞാനിവിടെ ഇരിക്കുമല്ലോ ഗംഗ എന്ന് വയ്ക്കുമ്പം ഞാൻ ശരീരത്തിൻ്റെ കാര്യമല്ല മനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഗംഗ അങ്ങ് പോകാൻ തുടങ്ങും. അന്നേരം വിനീത് ചോദിക്കും, ഗംഗ ഒരു ഭൂമിയുടെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ എന്ന് വയ്ക്കുമ്പം അതിനൂടെയുള്ള ഉത്തരവാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ഗംഗ അങ്ങ് പോകുന്നത്. വിനീത് ശ്രദ്ധിക്കാത്തതിൽ ചെറിയ പരിഭവമുണ്ട് ഗംഗയ്ക്ക്. പിന്നെ കാണിക്കുന്നത് ശിവരാജനെയാണ്. ശിവരാജനെ തിരിച്ചു വിളിച്ചേക്കുവാണ് നരേൻ്റെ മുത്തശ്ശൻ. അപ്പം ഗേറ്റ് വന്ന് നിന്ന് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി തടയും. അന്നേരം എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നു. ഫോൺ വിളിച്ച് ചോദിച്ചു കഴിയുമ്പം ശിവരാജനെ കയറ്റി വിടാൻ പറയുവാണ് മുത്തശ്ശൻ. അന്നേരം ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് എന്ന് ചോദിക്കുമ്പം അല്ല, കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കാൻ ആദ്യം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സംശയം തീർത്തതെന്ന് പറയും. എന്തായാലും ശിവരാജനെ കയറ്റി വിടുന്നു. അകത്തേക്ക് കയറി വന്ന് മുത്തശ്ശൻ, കയറി വാ ശിവരാജ എന്ന് പറയുന്നത് ഓടിപ്പോയി കാലിലേക്ക് വീഴുക. എന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അച്ഛാ, എന്നോട് ക്ഷമിക്കണം, ഞാനിനി അങ്ങനെ ഒന്നും ചെയ്യല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെ. ഒന്നും മിണ്ടുന്നില്ല മുത്തശ്ശൻ. കുറച്ച് കഴിയുമ്പം കഴിഞ്ഞോ, പ്രകടനം കഴിഞ്ഞെങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാമെന്ന് പറയുന്നു. അതങ്ങ് ശരിയായില്ല, അഭിനയം ചീറ്റിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് ശിവരാജൻ്റെ മുഖത്ത്. എന്തായാലും ഇങ്ങനെ കയറി വരുന്നത് മുകളിൽ നിന്ന് നരയും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നരയനും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് മുത്തശ്ശൻ കാര്യങ്ങൾ പറയുന്നത്. ശിവരാജൻ ഇവിടെ തന്നെ തുടരാം, വീട്ടിലും ഓഫീസിലും പൂർണ്ണ സ്വാതന്ത്ര്യം കാണും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഈ ഓഫീസിലോ വീട്ടിലോ ഏത് കാര്യത്തിനും ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ, പൈസയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ മാനേജറായ മേഘനാഥൻ സൈൻ ചെയ്യണം എന്ന് പറയുന്നു. അന്നേരം അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയാണ്, ഇപ്പം നിനക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ പോലും, അതിനൊരു പൈസ എടുക്കണമെങ്കിൽ പോലും മേഘനാഥൻ സൈൻ ചെയ്ത ചെക്കേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ശിവരാജന്. അപ്പം ഞാനൊരു കാഷ്യറുടെ കീഴിൽ വർക്ക് ചെയ്യണോ എന്ന് ചോദിക്കുമ്പം ഇതിനേക്കാൾ മോശം അവസ്ഥയിലായിരുന്നു നീ, അത് നീ മറന്നു പോകരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശിവരാജൻ്റെ പേരിൽ കൊടുത്തിരുന്ന പവർ ഓഫ് അറ്റോർണി അത് പിൻവലിക്കുവാണ്, ക്യാൻസൽ ചെയ്യുവാണ്. പിന്നെ രണ്ടാമത്തെ നിബന്ധന എന്താണ് എന്ന് ശിവരാജൻ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് മേഘനാഥനായിരിക്കും. ഇനി അരവിന്ദന് വിറ്റ ആ സ്ഥലമുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും തീരുമാനിക്കുന്നത് മേഘനാഥനായിരിക്കും എന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്ന് പറയാമെന്ന് പറയുവാണ്. ഇനിയും കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ട് പുറത്തു പോകേണ്ടി
കൊടുക്കേണ്ടി വരും എന്നറിയാവുന്ന ശിവരാജനൊന്നും മിണ്ടുന്നില്ല. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റും എങ്കിൽ നിനക്ക് അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ വന്ന പോലെ പുറത്തേക്ക് പോകാം എന്ന് പറയുന്നു. ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി പോവുക. അന്നേരം ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുമായിരുന്നല്ലോ നരേൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോവാണ്, ബുദ്ധിമുട്ട് തോന്നരുത് എന്ന്. അന്നേരം ശിവരാജൻ്റെ കാര്യമാണോ നിനക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പം നരേൻ പറയുവാണ്, ഉപ്പ് തിന്നവരെ വെള്ളം കുടിക്കണമെന്നല്ല കുടിപ്പിക്കണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം സ്വന്തം ആൾക്കാരാകുമ്പോൾ ആ ഒരു തീരുമാനത്തിന് മാറ്റം വരുവാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ശിവരാജനെ ഇവിടുന്ന് പുറത്താക്കാം, തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുക എന്നതിനപ്പുറം ഇരയ്ക്ക് നീതി നേടിക്കൊടുക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അവർക്ക് നീതി നേടിക്കൊടുക്കണം, അപ്പോഴല്ലേ നമുക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. അരവിന്ദിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് നീതി നേടിക്കൊടുക്കണം, അവർക്ക് ആ സ്ഥലം തിരിച്ചു കിട്ടണം. അതിന് ശിവരാജൻ പുറത്തു പോയാൽ ശരിയാകില്ല, അവൻ ഇനിയും വ്യാജരേഖകൾ ചമച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് അവനിവിടെ നിർത്തണം, അതുപോലെ ആ കുട്ടികൾക്ക് നീതി നേടിക്കൊടുക്കുകയും ചെയ്യണം. ഇതിനിടയ്ക്ക് വലിയൊരു ചതി നടന്നിട്ടുണ്ട്. ശിവരാജനും അരവിന്ദനും ഇടയ്ക്ക് നിന്ന് ഇത് മൊത്തം ഡീൽ ചെയ്ത ഒരു ബുദ്ധി കേന്ദ്രമുണ്ട്, അയാളെ പുറത്തു കൊണ്ടുവരണം എന്നും പറയുന്നു. അന്നേരം അതാരാണ് എന്ന് ചോദിക്കുമ്പം ജയപാലൻ എന്നാണ് അയാളുടെ പേരെന്ന് പറയും. പിന്നെ ആ ചതിയുടെ കഥ മേഘനാഥന് നന്നായിട്ട് അറിയാം, നീ ചോദിച്ചാൽ അയാൾ പറയും എന്ന് പറയും. അന്നേരം നരേൻ ചോദിക്കുവാണ്, അങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ടെങ്കിൽ ആ കഥ എനിക്കൊന്ന് കേൾക്കണമല്ലോ മേഘ, ഒന്ന് പറഞ്ഞേ എന്ന് പറയുവാണ്. അങ്ങനെ മേഘൻ ജയപാലൻ്റെ ചതിയുടെ കഥ നരേനോട് പറയാൻ തുടങ്ങുന്നു. പിന്നെ എല്ലാ പൈസ കിട്ടിയതും പോയതും ഒക്കെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഏത് ബാങ്കിൽ നിന്ന് എപ്പോൾ ക്രെഡിറ്റ് ആയി എന്നുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മേഘന് അറിയാം കേട്ടോ. അതും ഇവർക്കൊരു പിടിവള്ളിയാണ്. ഏതായാലും ചതിയുടെ കഥ നരേനോട് പറയാൻ തുടങ്ങുവാണ് മേഘൻ. അതുപോലെ മുകളിൽ ചെന്നതിന് ശേഷം വീടിൻ്റെ മുകളിലോട്ട് കയറി പോയായിരുന്നല്ലോ ജയപാലനല്ല ശിവരാജൻ എന്നിട്ട് ജയപാലനെ വിളിക്കും. എന്നിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഇതാണ് എന്ന് പറയുമ്പം ജയപാലൻ പറയുന്നുണ്ട്, താൻ അവസാനം രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയൊന്നും വേണ്ട, തനിക്ക് ഞാൻ എത്ര രൂപ തന്നിട്ടുണ്ടെന്ന് തനിക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പം ശിവരാജൻ പറയുന്നുണ്ട്, ഞാൻ ആ പൈസ മൊത്തം തിരിച്ചു തരാം, പക്ഷേ ഇനി ഈ ഡീലിങ്സ് നടന്നാൽ ശരിയാകുകയില്ല എന്ന് പറയുമ്പം അവസാനം എന്നെ കുറ്റക്കാരനാക്കാൻ നിങ്ങളൊന്നും നോക്കണ്ട, ഞാൻ അവിടെ വന്ന് തൻ്റെ കഴുത്ത് വെട്ടിയെടുക്കും എന്നൊക്കെ പറയുമ്പം ശിവരാജൻ പറയുന്നുണ്ട്, ജയപാലൻ ആരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അതിനും അപ്പുറം ഞാൻ ഇവിടെ ഒരു ഭീഷണി നേരിടുന്നുണ്ട് എന്ന് പറയുമ്പം അതാരാണ് എന്ന് ചോദിക്കും. അന്നേരം ശിവരാജൻ പറയുവാണ്, അങ്ങനെ ഒരാൾ ഇവിടെയുണ്ട്, കൂട്ടിൽ നിന്ന് തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നരിയെപ്പോലെ മേത്തേക്ക് പാഞ്ഞു കയറി കടിച്ചു കീറി ഒരു പരുവാക്കും, ആ ഒരു സൈസ് ഒരുത്തൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണം എന്ന് ജയപാലനോട് പറയുന്ന ശിവരാജനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രൊമോയിൽ പറമ്പിൽ തണുത്ത് വിറച്ച് ഇരിക്കുന്ന സുജാതയെ വിളിക്കാൻ വരുന്ന ഗീതയെ കാണിക്കുന്നുണ്ട്. അന്നേരം ഗീതയോട് തട്ടിക്കയറുന്ന സുജാതയോട് ഗീത പറയുവാണ്, അമ്മ ഈ ഒളിച്ചു നിന്ന് കേൾക്കുന്ന സ്വഭാവം നിർത്തണം, അവിടെയും ഇവിടെയും കേട്ടിട്ടാണ് അമ്മ പലതും മനസ്സിൽ കരുതി കൂട്ടി വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എത്ര സോപ്പിട്ടാലും ഇനി സുജാതയെ ഗീത വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടത്തില്ല. അതുപോലെ കാവേരി ഈ പറയുന്ന നമ്മുടെ നരേൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി